ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അഭിഷേകാണ്. സോ ഗൈസ്, നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് എന്തോ ഒരു സാധനത്തിൻ്റെ കുറവില്ലേ ഗൈസ്? ഇതാണ് നമ്മുടെ ഫ്രണ്ടിലുണ്ടായിരുന്ന സാധനത്തിൻ്റെ കുറവ് കേട്ടോ. നമ്മൾ പുതിയൊരു വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവർക്കറിയാം, നമ്മൾ എല്ലായിടത്തും സജഷനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു 220 പറ്റിയുള്ള അഭിപ്രായമൊക്കെ. സോ നമ്മളൊരു ബജാജ് പൾസർ 220 നമ്മൾ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് കേട്ടോ. സെക്കൻഡ് എടുത്ത വണ്ടി തന്നെയാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് എടുത്ത വണ്ടിയാണ് കേട്ടോ. ഇതിന് പിന്നിൽ ഒത്തിരി കഥകളൊക്കെ ഉണ്ട്. എന്തായാലും ഞാൻ അതൊക്കെ പറഞ്ഞുതരാം. ഈ ഒരു വണ്ടി എന്ന് വെച്ചാൽ 2013 മോഡൽ പൾസർ 220 ആണ് കേട്ടോ. അത്യാവശ്യം നല്ല വണ്ടി തന്നെയാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിലിരുന്ന വണ്ടിയാണ്. നല്ല എൻജിനാണ് കേട്ടോ. എൻജിൻ എന്ന് വെച്ചാൽ പക്കയാണ്. എൻജിൻ ഒരു ഡൗട്ടും വേണ്ട. 2-3 മെക്കാനിക്കിനെ കാണിച്ചിട്ട് എടുത്ത വണ്ടിയാണ്. എൻജിൻ പക്ക വണ്ടിയാണ് കേട്ടോ. സോ ഇതിൻ്റെ പിന്നിലുള്ള കഥയെന്ന് വെച്ചാൽ, ഒരു കാലത്ത് ഞാൻ ബൈക്കുകളൊക്കെ ഓടിച്ച് തുടങ്ങിയിരുന്ന സമയം ഞാൻ എടുക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വണ്ടിയാണ് 220 കേട്ടോ. പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റാതെ പോയി. ഞാൻ ആ സമയത്ത് എടുത്ത ഒരു ബജാജ് പൾസർ 180 ആയിരുന്നു. എന്നാലും 180 കിട്ടിയല്ലോ. ഞാൻ അതിൽ ഷീൽഡ് കയറ്റി 220 മോഡലാക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നപ്പോൾ ഞാൻ ആ വണ്ടി വിറ്റ് കേട്ടോ. അതിനും പിന്നിൽ ഒത്തിരി കഥകളൊക്കെ ഉണ്ട്. ഞാൻ അതൊക്കെ പറഞ്ഞുതരാം. ഈ വണ്ടി എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കാട്ടാക്കട, നമ്മുടെ ട്രിവാൻഡ്രം കാട്ടാക്കട ഭാഗത്തു നിന്നാണ് ഈ വണ്ടി എടുത്തിട്ടുള്ളത്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചെയ്തിരുന്ന വണ്ടിയാണ്. അത്രയും നല്ല വണ്ടി തന്നെയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് കേട്ടോ. എന്നിരുന്നാലും ബജാജിൻ്റെ എഞ്ചിനാണ്. അത്യാവശ്യം പക്ക എഞ്ചിനാണ് കേട്ടോ. പക്കയെന്ന് വെച്ചാൽ പക്ക എഞ്ചിനാണ്. ഒരു കുഴപ്പമില്ലാത്ത പക്ക എഞ്ചിനാണ്. ഞാൻ എഞ്ചിനൊക്കെ കൊണ്ടുപോയി നമ്മുടെ ഷോറൂമിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഷോറൂമിൽ നിൽക്കുന്ന ഒരു പയ്യൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എഞ്ചിനൊക്കെ പക്കയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇനി നമ്മുടെ കുറച്ച് മോഡിഫിക്കേഷൻസും കുറച്ച് കാര്യങ്ങളും വീഡിയോസൊക്കെ നമ്മുടെ 220 കാണാം കേട്ടോ. എന്ന് വെച്ചാൽ ഡൊമിനോർ ഒഴിവാക്കിയെന്നല്ല, നമ്മുടെ ഡൊമിനോറും 220 വെച്ചിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇനി അങ്ങോട്ടുള്ളത്. സോ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കാര്യം ലഭിക്കാനായിട്ട് ചാനലിൻ്റെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്ക് കേട്ടോ. മാത്രമല്ല നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പും ഇൻസ്റ്റാഗ്രാം ഐഡിയും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുകൊണ്ട് പവർ ആക്കുക കേട്ടോ. ജസ്റ്റ് നമുക്കിനി ഒന്ന് റൈഡ് എടുത്തുകൊണ്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. നമുക്കിനി ജസ്റ്റ് എന്തായാലും വണ്ടി ഒന്ന് റൈഡ് എടുത്ത് ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. കാരണം ഈ ഭാഗത്തുനിന്ന് പക്ഷേ വലിയൊരു വീഡിയോ എടുക്കാനുള്ള സൗകര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ റൈഡ് എടുക്കാമെന്ന് പറഞ്ഞ കേട്ടോ. ഈ വണ്ടി മീറ്ററൊക്കെ അത്യാവശ്യം പഴക്കമുണ്ട്. മീറ്ററിൽ നോക്കി അറിയാം 48,000 കിലോമീറ്ററാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത് കേട്ടോ. എൻജിനൊക്കെ പക്ക എൻജിനാണ്, ഒരു സംശയവും വേണ്ട. ഞാൻ 2-3 പേരെ കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻജിൻ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഈ വണ്ടി അങ്ങ് എടുത്തത്. മിററൊക്കെ നേരത്തെ ഫോൾഡ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അതുകൊണ്ട് കൂടിയാണ് ഞാൻ പിന്നെ ഈ വണ്ടി അങ്ങ് എടുത്തത് കേട്ടോ. സോ ഗൈസ്, ഇപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് മെൻഷൻ ചെയ്യട്ടോ. കാരണം നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ടാൽ പിന്നെ 220 ഫാൻസ് കമോൺ. അപ്പം 220 ഇഷ്ടപ്പെടുന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇനി നമുക്ക് അങ്ങോട്ടുള്ള വീഡിയോസിൻ്റെ മാക്സിമം നമുക്ക് 220 ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമുക്ക് ചെയ്യാം. അങ്ങോട്ടുള്ള വീഡിയോസിൽ മാക്സിമം ഞാൻ 220 ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ എനിക്ക് 220 നല്ലതായിട്ട് കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ട് കേട്ടോ. അതായത് ഫുൾ റാപ്പ് ചെയ്ത് അങ്ങനെ കൊളാക്കി എടുക്കണമെന്നല്ല, അത്യാവശ്യം നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ എനിക്ക് കസ്റ്റം ചെയ്തെടുക്കണമെന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സജഷൻസൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ. 220 പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. ഞാനൊരു 220 റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. OBD 220 ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി എന്ന് വെച്ചാൽ 220 ആണ്. ഞാൻ എന്തെങ്കിലും ഒരു 220 എടുക്കുമെന്ന്. സോ ഞാൻ ഇപ്പോൾ ആ 220 എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് സെക്കൻഡ് 220 ആണ്, എന്നാലും അത്യാവശ്യം നല്ല വണ്ടി തന്നെയാണ് കേട്ടോ. ഒത്തിരി കംപ്ലയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വണ്ടി എന്ന് വെച്ചാൽ 4 മാസമായിട്ട് ആ കസ്റ്റമർ എടുക്കാതെ ഒതുക്കി വെച്ചിരുന്നതാണ് കേട്ടോ. പുള്ളി ഒരു ഡ്യൂക്ക് എടുത്തപ്പോൾ ഈ വണ്ടി ഇൻഷുറൻസ് തീർന്ന് പുള്ളിക്കാരനെ ഒതുക്കിയതാണ്. ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ട് റോഡിൽ ഇറക്കിയില്ല കേട്ടോ. അത്രയ്ക്ക് നീറ്റ് കസ്റ്റമറായിരുന്നു ഇതിൻ്റെ ഓണർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇൻഷുറൻസ് ചെയ്യുന്നതുകൊണ്ട് വണ്ടി പുള്ളിക്കാരൻ ജസ്റ്റ് ഒന്ന് ഒതുക്കി. അങ്ങനെ ഒതുക്കി വെച്ച് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഇതിലുണ്ട്. അതായത് ഫ്രണ്ട് ചെറിയൊരു ഒഴിച്ചിലൊക്കെ ഉണ്ട് കേട്ടോ. കോണുമ്പാളും മാറണം, പക്ഷേ അതിൻ്റെ ഒഴിച്ചിലല്ല, ഈ ടയർ കറങ്ങായിരുന്നു. ടയർ ഒരു സൈഡ് ജാമായതിൻ്റെ ഒഴിച്ചിലൊക്കെ കൊണ്ടിട്ട് അതൊക്കെ നമുക്ക് എന്തായാലും ജസ്റ്റ് ഏതെങ്കിലും ടയർ ഇടയിലൊക്കെ കൊണ്ടുപോയി കാണിച്ച് നമുക്ക് അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം. പിന്നെ ഫ്രണ്ട് ബ്രേക്കും ബാക്ക് ബ്രേക്കും കുറവാണ്. അതും നമുക്ക് എങ്ങനെയെങ്കിലും ക്ലിയർ എടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതിൽ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട പണികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടയറും ബ്രേക്കും ആണ് കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് റോഡിലോട്ട് നല്ല കിടലായിട്ട് ഓടിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഒരു മിനിമം സ്പീഡ് കീപ്പ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ.
പിന്നെ നമുക്ക് ചെയ്യാനായിട്ടാണെങ്കിൽ വണ്ടി ഗ്രിപ്പ് ചേഞ്ച് ചെയ്യണം. ഗ്രിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ NSൻ്റെ ഗ്രിപ്പാണ്, ഒതുക്കി വെച്ചിരുന്നുണ്ട് ഫംഗസ് അടിച്ചൊക്കെ ഇരിക്കാനാട്ടോ. അപ്പോൾ ഗ്രിപ്പ് ചേഞ്ച് ചെയ്യണം. പിന്നെ അങ്ങനെ തുടങ്ങി കുറച്ച് പണികളൊക്കെയാണ് ഉള്ളത്. പിന്നെ സീറ്റ് കവറൊക്കെ ചേഞ്ച് ചെയ്യണം കേട്ടോ. അങ്ങനത്തുള്ള കുറച്ച് പണികളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും പയ്യെ ഓരോരോ പണികളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ എനിക്ക് ഉടനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ വൈസറൊക്കെ മാറ്റി ബബിൾ വൈസറൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ഗിയർ ഓണിൽ പോയി വൈകാതെ തന്നെ എടുക്കാം. അടുത്ത വീഡിയോ ഞാൻ പറഞ്ഞ പോലെ 220 മോഡിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. ഞാൻ 220 എനിക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഈ ബഡ്ജറ്റ് റേഞ്ചിൽ ചെയ്യാൻ പറ്റുന്ന മോഡിഫിക്കേഷൻസ് ഒക്കെ ഞാൻ ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ, 220 പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ. സോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ നമുക്ക് സപ്പോർട്ടായിരുന്നു കേട്ടോ, ഒത്തിരി സപ്പോർട്ടായിരുന്നു. 220 എടുക്കും ബ്രോ, നമ്മൾ പവറാക്കാം എന്നൊക്കെ പറഞ്ഞവർക്ക് നമ്മുടെ ഗ്രൂപ്പിലേക്ക് സപ്പോർട്ടായിരുന്നു കേട്ടോ. ഒത്തിരി പേര് നമുക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ഒരുപാട് നന്ദി. നമ്മളിപ്പോൾ അറൗണ്ട് 1K അടുപ്പിച്ച് ആവാറായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ്. ഇത്രയും കാലം നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി കേട്ടോ. സോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വൈകാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ 220 ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ചാനൽ റെക്കമെൻഡ് ചെയ്യാം. പിന്നെ ഈ വണ്ടിയിൽ നമുക്ക് ഉടനെ തന്നെ ചെയ്യേണ്ട കുറച്ച് അപ്ഡേഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയിൽ വെച്ചിട്ടുള്ള സൈലൻസർ പൾസർ 180 സൈലൻസറാണ് കേട്ടോ. 220 സൈലൻസർ അല്ല ഇതിൽ പുള്ളി കൊടുത്തിട്ടുള്ളത്, പൾസർ 180 സൈലൻസറാണ്. അതൊരു പോരായ്മയാണ് കേട്ടോ. 220 സൈലൻസർ ആയിരുന്നെങ്കിൽ ഇനി കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരുന്നു. എന്നാലും റേറ്റൊക്കെ നല്ല അഡ്ജസ്റ്റ് ചെയ്തതിന് പുള്ളി തന്നത് കേട്ടോ. നമുക്ക് അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റിലൊക്കെ തന്നെ കിട്ടിയിട്ടുള്ള വണ്ടിയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വണ്ടി കൂടിയാണ് കേട്ടോ പൾസർ 220. ഇതിൽ നമുക്ക് സൈലൻസർ ചേഞ്ച് ചെയ്ത് കണ്ട വണ്ടി നല്ല സ്ലോ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഒഴിച്ചിൽ അറിയാൻ പറ്റും കേട്ടോ ഫ്രണ്ട് ടയറിൻ്റെ. അപ്പം ഇതിൽ നമുക്ക് ഉടനെ തന്നെ ചേഞ്ച് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് സൈലൻസർ ചേഞ്ച് ചെയ്യണം. പിന്നെ കുറച്ച് പണികളുണ്ട്. അതൊക്കെ എന്തായാലും ഞാൻ ഇതിൽ ചെയ്യണ ഒരു ബോൾട്ട് മാറിയ പോലും ഞാൻ ഉടനെ തന്നെ വീഡിയോ എടുത്തിട്ടും കേട്ടോ. ഉറപ്പായിട്ടും വീഡിയോ ഇട്ടേ ഞാൻ എന്ത് അപ്ഡേഷൻസ് ആയാലും ഇതിൽ ചെയ്യൂ. ഇനി ഇതിൻ്റെ പിന്നിലെ ഒരു കഥ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒരിക്കൽ 2019 സമയത്ത് എനിക്ക് പൾസർ എന്ന് പറയുന്ന ബൈക്കിൻ്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ആ സമയത്തൊന്നല്ല, അതിന് മുന്നേ ഉള്ള സമയത്തായാലും എനിക്ക് പൾസർ എന്ന് പറയുന്ന ബൈക്കിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ അങ്ങനെ 2019 ഞാനൊരു പൾസർ 180 മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വാങ്ങിയതെന്ന് വെച്ചാൽ ഒരു സെക്കൻഡ്സൊക്കെ വിൽക്കുന്ന ഒരു കടയിൽ പോയി എടുത്ത വണ്ടിയാണ് കേട്ടോ. ബജാജിൻ്റെ വണ്ടികൾ അറിയാമല്ലോ, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ വണ്ടി പണിയുന്നുകൊണ്ടിരിക്കും. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിലും വണ്ടി അതിനനുസരിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ഇതൊക്കെ ടെസ്റ്റിനുള്ള വെഹിക്കിൾസാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ വൈകാതെ MVD വരും. നമുക്കതുകൊണ്ട് അതിന് മുമ്പ് സ്കൂട്ടാണ് കേട്ടോ. നമുക്കിനി ഇവിടെ നിന്ന് യൂട്ടേൺ എടുത്ത് വരണം. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ബജാജിൻ്റെ വണ്ടികളെന്ന് വെച്ചാൽ അറിയാമല്ലോ, നമ്മളിപ്പം നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി പക്ക പെർഫോമൻസ് ആണ്. 220 പൾസർ 180 150 ഏതായാലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത നല്ല പെർഫോമൻസ് ആണ് കേട്ടോ വണ്ടി. അപ്പം ഞാൻ 220 എടുക്കാനായിട്ട് പോയ എനിക്ക് കിട്ടിയത് പൾസർ 180 ആണ് കേട്ടോ. എൻ്റെ ആ ഒരു ബഡ്ജറ്റിന് എനിക്ക് കിട്ടിയത് പൾസർ 180 ആണ്. അപ്പോഴൊന്നും എൻ്റെ വലിയ ബഡ്ജറ്റൊന്നുമില്ല. ഞാൻ വീട്ടുകാരടുത്തൊക്കെ പറഞ്ഞ് കാലിടിച്ചിട്ടൊക്കെയാണ് അച്ഛൻ എനിക്കൊരു പൾസറൊക്കെ എടുത്ത് തന്നത് കേട്ടോ. അച്ഛന് പൾസർ എന്ന് പറഞ്ഞാൽ വണ്ടി ഭയങ്കര ഇഷ്ടമൊന്നുമില്ല. അച്ഛൻ അങ്ങനെ ഒരു പൾസർ 180 ആണ് എനിക്ക് എടുത്ത് തന്നത് കേട്ടോ. അപ്പം ബഡ്ജറ്റിലായിരുന്നു, അച്ഛന് കുറ്റം പറയാൻ പറ്റില്ല, ബഡ്ജറ്റ് കുറവായിരുന്നു. ആ ഒരു ബഡ്ജറ്റിന് കിട്ടുന്നത് പൾസർ 180 ആണ്. സോ അച്ഛൻ എനിക്ക് ആ വണ്ടി തന്നെ എടുത്ത് തന്നെ കേട്ടോ. അപ്പോഴും ഞാൻ അതൊക്കെ വെച്ച് ഭയങ്കര ഷോ ഒക്കെ ആയിരുന്നു. നല്ലതായിട്ട് കിട്ടില്ലെന്നായിട്ട് ഞാൻ അത് മോഡിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹാൻഡിലൊക്കെ മാറ്റി ഡ്യൂക്കിൻ്റെ ഹാൻഡിൽ സെറ്റ് ചെയ്ത്, പിന്നെ ഒത്തിരി മാറ്റങ്ങൾ ഹസാർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വൈസറൊക്കെ ചേഞ്ച് ചെയ്ത് നല്ല കിടിലനായിട്ട് ഞാൻ മോഡിഫൈ ഒക്കെ ചെയ്ത് കൊണ്ടുവരുന്ന വണ്ടിയാണ്. ടയറൊക്കെ ചേഞ്ച് ചെയ്ത് ഓഫ് റോഡിൻ്റെ ടയറൊക്കെയാണ് ഞാൻ എടുത്തിട്ടുന്നത്. അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് റോഡൊന്നും പോകില്ല, ജസ്റ്റ് ആ ഒരു ക്രൈസ് കൊണ്ട് ഞാൻ എടുത്തിട്ടതാണ് കേട്ടോ. ചെറിയ ഓഫ് റോഡൊക്കെ പോയി. അപ്പോഴൊന്നും എനിക്ക് യൂട്യൂബ് ചാനലൊന്നുമില്ല, ചെയ്തിരുന്നൊരു വണ്ടിയാണ്. ഞാൻ ഫോട്ടോ എവിടെയെങ്കിലും കൊടുത്തിരിക്കുക, നിങ്ങൾ നോക്കിക്കോ. ഇവിടെ എൻ്റെ ഉള്ള ഫോട്ടോസ് മൊത്തം ഞാൻ കൊടുത്തിരിക്കാം. അപ്പോൾ ഈ വണ്ടി ഞാൻ എടുത്തത്, ഈ വണ്ടി 2012 വണ്ടിയാണ് കേട്ടോ. ഈ ഒരു 180 2012 വണ്ടിയാണ് ഞാൻ എടുത്ത്. ഏകദേശം ഈ വണ്ടി എടുത്തതെന്ന് വെച്ചാൽ 23 രൂപയ്ക്കാണ് ഞാൻ അന്ന് എടുത്തത് കേട്ടോ. 23,000 എത്ര രൂപയ്ക്കാണ് ഞാൻ അന്ന് എടുത്തത്. ഫുൾ ഇൻഷുറൻസ് ഒക്കെ അടച്ചെല്ലാം കൂടെ ചെയ്തിരുന്നു. 25 രൂപയ്ക്കകത്തായി. ഈ വണ്ടി എടുത്തോണ്ട് 2ാമത്തെ ദിവസം വണ്ടിയുടെ അലോയൊക്കെ ഞാൻ മാറി കേട്ടോ. അലോയ്ക്ക് വണ്ടി ഫ്രണ്ട് അലോയ്ക്ക് ബെൻഡായിരുന്നു. അങ്ങനെ അലോയൊക്കെ ഞാൻ മാറി, കാരണം നല്ല വീഴ്ചയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വണ്ടി ഞാൻ ഈ ഒരു വീഴ്ചയിലുണ്ടപ്പോൾ ഞാൻ നോക്കി അലോയുടെ കുഴപ്പമാണ്. ഇത് അലോയുടെ കുഴപ്പമല്ല കേട്ടോ, ഇത് ടയറിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ ആ വണ്ടി ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു വണ്ടി കിട്ടിയാൽ മതി എന്നുള്ളൊരു സംഭവത്തിലേക്ക് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ കിട്ടിയ വണ്ടി ഞാനങ്ങ് എടുക്കുകയായിരുന്നു കേട്ടോ. പിന്നീട് എനിക്ക് ഭയങ്കരമായിട്ട് ആ വണ്ടി പണി തന്നുകൊണ്ടിരുന്നത് കേട്ടോ. ഭയങ്കരമായിട്ട് പണി തന്നുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഞാൻ ഏകദേശം ഒരു 10-15 രൂപയ്ക്ക് അടുപ്പിച്ച് ആ വണ്ടി പണിത് കേട്ടോ. എൻജിൻ പണിയായിട്ടുണ്ട്, ടൈമിംഗ് ചെയിൻ പണിയായിട്ടുണ്ട്, എൻജിൻ കേസ് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. എൻജിൻ കേസ് പൊട്ടിയെന്ന് വെച്ചാൽ നമ്മുടെ ഓയിൽ വാൾവ് ഒരിക്കൽ ടൈറ്റ് ചെയ്തപ്പോൾ, അത് എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റ് തന്നെയാണ്. ഓയിൽ വാൾവ് ടൈറ്റ് ചെയ്തപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്ത് അതുകൊണ്ട് വെടിച്ച് കേട്ടോ. അങ്ങനെ ആ എൻജിൻ ഓയിൽ എവിടെ കൊണ്ടുവച്ചാൽ എൻജിൻ ഓയിൽ ലീക്ക് ആയിക്കൊണ്ടിരുന്നത്. ഞാൻ പുതിയ മോട്ടോകളുടെ നല്ല കിടിലൻ ഓയിലൊക്കെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഓയിലൊക്കെ വാങ്ങിച്ചൊഴിച്ച് കൊണ്ടുവരുന്ന വണ്ടിയാണ് കേട്ടോ. അതങ്ങനെ കൊണ്ടുവരുന്ന എൻജിൻ ഓയിലൊക്കെ ലീക്ക് ആവാൻ തുടങ്ങി കേട്ടോ. അപ്പോഴും എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ ആയി.
കാരണം ഞാൻ അത്രയ്ക്ക് പൊന്നുപോലെ കൊണ്ടുവരുന്ന വണ്ടിയാണ് കേട്ടോ. ഏകദേശം 15 രൂപയ്ക്ക് അടുപ്പിച്ച് ആ വണ്ടി പണിത്. എനിക്ക് ആ വണ്ടി ഞാൻ വിറ്റ് കേട്ടോ. ആ വണ്ടി വിറ്റതെന്ന് വെച്ചാൽ നമ്മുടെ ഡൊമിനോർ 250 എടുത്തപ്പോൾ ഷോറൂമിൽ കൊണ്ട് എക്സ്ചേഞ്ച് അടിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ ആ വണ്ടി എന്ന് വെച്ചാൽ എനിക്ക് ഒത്തിരി പണികൾ തന്നുകൊണ്ടിരുന്നൊരു വണ്ടിയാണ് കേട്ടോ. പക്ഷേ എനിക്കത് കൊടുക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഡൊമിനോർ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതും കൂടെ എക്സ്ചേഞ്ച് അടിച്ചാൽ എനിക്ക് പറ്റുമല്ലോ കേട്ടോ. നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കണമെങ്കിൽ ഇതും കൂടെ എക്സ്ചേഞ്ച് അടിച്ച് കുറച്ച് എമൗണ്ട് കൊണ്ട് കയ്യിൽ നിട്ടാലേ നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കാനായിട്ട് പറ്റുമായിരുന്നുള്ളൂ. നല്ല സിബിൽ സ്കോറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് അത്യാവശ്യം കുറച്ച് ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ തന്നെ നമുക്ക് ഡൊമിനോർ കിട്ടി കേട്ടോ. ഇപ്പോഴും ഡൊമിനോറിൻ്റെ CC അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇത് നമ്മൾ എടുത്തതെന്ന് വെച്ചാൽ എൻ്റെ പൈസയ്ക്ക് എടുത്ത വണ്ടിയാണ് കേട്ടോ. ഞാൻ കൂട്ടി വെച്ചുണ്ടാക്കിയ പൈസയ്ക്ക് എടുത്ത വണ്ടിയാണ്. എൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്തെടുത്ത വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ വണ്ടി ഞാൻ മാക്സിമം പൊന്നുപോലെ തന്നെ കൊണ്ടു നടക്കും. ഞാൻ പയ്യെ ഞാൻ ഈ പൈസ ഒക്കെ ഉണ്ടാക്കി ഞാൻ ഈ വണ്ടി ഫുള്ള് കസ്റ്റം ചെയ്ത് ഇറക്കും കേട്ടോ. അതായത് ഫുൾ നമ്മുടെ ബ്ലാക്ക് പെയിൻ്റൊക്കെ അടിച്ച് ചെറിയൊരു റെഡ് സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്ത്. കാരണം എന്താ വെച്ചാൽ ഈ വണ്ടിയിൽ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു ജെൽ റെഡോ അങ്ങനെ എന്തോ പറയുന്ന കളറാണ് ഈ വണ്ടിയുടെ ആ പേപ്പറിലുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലൊരു റെഡ് ഷെയ്ഡ് എവിടെയെങ്കിലും കൊടുക്കണം. അതുകൊണ്ട് വണ്ടി ഫുള്ള് ബ്ലാക്ക് അടിച്ചിട്ട് ഒരു റെഡ് ഷെയ്ഡൊക്കെ കൊടുത്ത് കസ്റ്റം ചെയ്യണമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ച് വെച്ചിരിക്കണം. ഉടനെയൊന്നുമില്ല, എൻ്റെ കയ്യിൽ ഫണ്ടൊക്കെ സെറ്റ് ആയതിനു ശേഷം മാത്രമേ ഞാനത് ചെയ്യുള്ളൂ കേട്ടോ. സോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട എടുത്ത വണ്ടിയാണ് പൾസർ 220 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞ പോലെ ഫുൾ ലാഗിങ് ആയിരിക്കും. കാരണം ഞാൻ എൻ്റെ ഒരു കഥ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീലായിരിക്കും കേട്ടോ. സോ ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് കേട്ടോ. നമ്മുടെ ബജാജ് പൾസർ 220 സീരീസിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഈ ഒരു വീഡിയോ. സോ ലാഗായിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക കേട്ടോ. നമ്മുടെ 220 ഇഷ്ടപ്പെടുന്നവർ മാക്സിമം നമുക്ക് സപ്പോർട്ട് തരിക. നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയാൽ നമുക്ക് ഇതുപോലുള്ള ഒത്തിരി നല്ല കണ്ടൻറ്റുകൾ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. സോ ഗൈസ്, ഇനി ഞാൻ പറഞ്ഞ ഒരുപാട് ലാഗ് അടിപ്പിക്കണം. നമുക്ക് അടുത്ത വീഡിയോസ് തൊട്ട് നമ്മുടെ 220 മോഡിഫിക്കേഷൻ കാണാം കേട്ടോ. സോ നമുക്കിനി ഇത്രയൊക്കെ ഉള്ളൂ. നമുക്കിനി എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ. നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ രാവിലെ തന്നെ. ഇത് രാവിലെയാണ് ഞാൻ വീഡിയോ ഇടണം കേട്ടോ, പഠിക്കാൻ പോണ സമയം. അവിടെ നല്ല ട്രാഫിക് ഉണ്ട്. സോ അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.